പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരിഹസിച്ചവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ അതിസമ്പന്നതയിലേക്ക് ഉയർത്തപ്പെടുന്നൊരു കാലഘട്ടം അത് ആരംഭിക്കുകയാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം, അശ്വതി നക്ഷത്ര ജാതകർക്ക് തൊഴിൽ മാറ്റത്തിന് ചില സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക മേന്മ ഉണ്ടാക്കാൻ വഴി തെളിയും. ഗുണകരമായ കൂട്ടുകെട്ട് വന്നു ചേരും. മാതൃസ്വത്തിന് യോഗം. വിദ്യാഭ്യാസ വകുപ്പിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഔദ്യോഗിക മേന്മ. ഇടപാടുകളിൽ അഴിച്ചുപണി നടത്തേണ്ടതായിട്ട് വരും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് കരകയറും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇൻ്റർവ്യൂവിൽ മികച്ച തൊഴിൽ ഭാഗ്യം കിട്ടാൻ സാധ്യതയുണ്ട്. കലാരംഗത്തുള്ള വിഷമതകൾ മാറിക്കിട്ടും. സന്താനത്തിൻ്റെ മംഗല്യകാര്യത്തിൽ തീരുമാനമാകും. സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റം. വാഹന വായ്പ എടുക്കാൻ ഉള്ള സാഹചര്യം എന്നിവ കാണുന്നു. ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ടിവ്രതം, ഭസ്മാർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മേലുദ്യോഗ പദവിക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ദൂരദേശത്ത് നിന്ന് സാമ്പത്തിക സഹായ സാധ്യതകൾ തെളിയും. മംഗളകാര്യത്തിന് അനുകൂല സമയം കൂടിയാണ്. പുത്തൻ ഗൃഹയോഗം. ബിസിനസ് രംഗം വിപുലമാക്കുന്നതിന് ലോൺ ശരിയാകും. കരാർ മേഖലയിൽ ഒത്തുതീർപ്പിൻ്റെ വഴി സ്വീകരിക്കും. സാങ്കേതിക രംഗത്ത് അഴിച്ചുപണി നടത്തും. അപ്രതീക്ഷിത അവാർഡുകൾക്ക് യോഗമുണ്ട്. സന്താനത്തിൻ്റെ കുടുംബ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം കാണും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക തുക ലഭിക്കും. കായിക വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. വാഹന വകുപ്പിൽ ഉദ്യോഗ കയറ്റം. മാറ്റിവെക്കപ്പെട്ട വസ്തു ഇടപാട് നടത്തുന്നതിന് സഹായം ലഭിക്കും. മോഡലിംഗ് രംഗത്ത് മാറ്റങ്ങൾ വരുത്തും. പൊതുരംഗത്ത് മലക്കം മറിയുന്ന സാധ്യതകൾ കൂടി കാണുന്നു. ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ഹാരം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഒരുപാട് കാണുകയാണ്. ശുഭകാര്യ യോഗം. മത്സരരംഗത്ത് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ. ഭരണതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മരാമത്ത് മേഖലയിൽ തിരിച്ചുവരവിൻ്റെ സമയം കൂടിയാണ്. കോടതി കാര്യങ്ങളിൽ സമാധാനം. ഗൃഹപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കും. അയൽ സംസ്ഥാനത്ത് തൊഴിൽ യോഗം. നീണ്ടുനിന്ന പ്രണയം സഫലമാകും. ജാമ്യം നിൽക്കുന്നതിന് രണ്ടുവട്ടം ആലോചിക്കേണ്ടതായിട്ട് വരും. അറിഞ്ഞുകൊണ്ട് നഷ്ടക്കച്ചവടത്തിൽ ചെന്ന് ചാടാതിരിക്കുക. സന്താനത്തിന് മംഗല്യഭാഗ്യം. അന്യദേശത്ത് മികച്ച വിസയ്ക്ക് യോഗം. ഷെയർ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർക്കും. ഒരേ മേഖലയിലുള്ള വ്യക്തി ജീവിത പങ്കാളി ആകും. ഇഷ്ടക്കാരിൽ നിന്ന് ചില സന്തോഷ വാർത്തകൾ കേൾക്കാൻ യോഗമുണ്ട്. ദോഷപരിഹാരമായിട്ട് മഹാദേവന് ധാര, കൂവളമാല, പ്രദോഷവ്രതം, ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മ പുരോഗതിയുടെ അനുകൂല സമയമാണ് ഇനി കാണുന്നത്. സ്വദേശത്തും വിദേശത്തും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും. ജനസമ്മതി നേടും. വിവരസാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കും. ആധുനിക ചികിത്സാ രീതികളിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പിന് യോഗം കാണുന്നുണ്ട്. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം വർദ്ധിക്കും. ഇലക്ട്രോണിക് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരം സിദ്ധിക്കും. മംഗളകാര്യ ചർച്ചയിൽ ശുഭപര്യവസാനം. സിനിമാ സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങൾ ഇനി അങ്ങോട്ട് വന്നു ചേരും. ചില
വ്യക്തികൾക്ക് വ്യക്തിഗത നേട്ടങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടങ്ങളുടെ കാലമാണ്. ഔദ്യോഗിക തല ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് ധനവരവ് കൂടും. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായിട്ട് പൂർത്തിയാക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത കേൾക്കുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നു ചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാക്കുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. ഉപരിപഠന വിജയം ഉദ്യോഗ കയറ്റത്തിന് സഹായകരമാകും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാകും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലയിൽ സ്ഥാനക്കയറ്റം. വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കും. സാമൂഹിക ക്ഷേമപ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനം ആകാനും സാധിക്കും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം, വസ്ത്രം, ഹനുമാന് വെറ്റിലമാല, അർച്ചന, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്തു നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. ദൂരദേശത്തു നിന്നും ചില ശുഭവാർത്തകൾ തേടി വരുന്നുണ്ട്. കടബാധ്യതകൾ തീർക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. കുടുംബ സ്വത്ത് തർക്കം പരിഹരിക്കാൻ സാധിക്കും. മേന്മയുള്ള മംഗല്യഭാഗ്യം. അന്യദേശത്തു നിന്നും ചില ധനസഹായം. വ്യാപാര പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കും. സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വായ്പ ശരിയാകും. ആഭരണ നിർമ്മാണ മേഖലയിൽ പുരോഗതി. പുതിയ സംരംഭത്തിനുള്ള അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകും. നറുക്കെടുപ്പിൽ ചില സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയം ശക്തമാകും. അയൽ സംസ്ഥാനത്ത് പുത്തൻ ധനാഗമ മാർഗം കണ്ടെത്തും. കലാരംഗത്ത് തിരിച്ചുവരവ്. ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം. ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കറുകമാല, നാളികേരം, മോദകം, അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, അന്നദാനം, ദേവീ പൊങ്കാല, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പറയേണ്ടത് വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. കർമ്മരംഗത്ത് കാത്തിരിക്കുന്നത് അപ്രതീക്ഷിത മാറ്റങ്ങളാണ്. ഏജൻസിയിൽ ധനവരവ് വർദ്ധിക്കും. ഔദ്യോഗിക തലത്തിൽ കൂടിക്കാഴ്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും. അന്യദേശത്ത് മേന്മയുള്ള ജോലി തരപ്പെടും. മത്സര പരീക്ഷയിൽ ഉന്നത വിജയം. കുടുംബക്കാരുടെ സഹകരണം തക്ക സമയത്ത് തന്നെ ലഭിക്കും. ഭരണതലത്തിൽ നിർണായക പങ്ക് വഹിക്കും. സന്താനത്തിന് മേന്മയുള്ള തൊഴിൽ മാറ്റം. കലാരംഗത്തെ തിരക്കുകൾ കുറയും. വസ്തുതർക്കത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നടക്കും. ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കറുകമാല, മോദകം, നാളികേരം, അർച്ചന, ദുർഗയ്ക്ക് വസ്ത്രം, പായസം, അർച്ചന, ശ്രീരാമന് അവൽ നിവേദ്യം, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് അവസരങ്ങൾ സമൃദ്ധമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പൊതുരംഗത്ത് അപ്രതീക്ഷിത കരുക്കൾ നീക്കും. സാമ്പത്തിക മേന്മയുള്ള സംഗതികൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും. ദൂരദേശ പഠനത്തിൽ മാറ്റം വരുത്തും. സാങ്കേതിക മേഖലയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ ഗുണകരമായ മാറ്റം വരുത്താൻ സാധിക്കും. സന്താനത്തിന് അർഹതപ്പെട്ട അംഗീകാരം സിദ്ധിക്കും. അയൽ സംസ്ഥാനത്ത് പുതിയ ഇടപാടിന് സമഗ്രമായ പദ്ധതിക്കും തുടക്കമിടാൻ സാധിക്കും. പുതിയ ആഭരണം സമ്മാനമായിട്ട് ലഭിക്കാൻ യോഗമുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീ വരാഹമൂർത്തിക്ക് പാൽപായസം, കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് പുതിയ ചുമതലകൾ വന്നു ചേരും. കുടുംബകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. ദൂരദേശത്തുള്ള മാനസിക പ്രയാസങ്ങളിൽ നിന്ന് കരകയറും. സന്താനത്തിൻ്റെ സ്ഥാനചലനത്തിന് ഉന്നതരുടെ സഹായം ലഭിക്കും. പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രമോഷൻ. മംഗളകർമ്മത്തിനുറ്റവരിൽ നിന്ന് അകമഴിഞ്ഞുള്ള സാമ്പത്തിക സഹായം ലഭിക്കും. ഷെയർ മാർക്കറ്റിൽ നേട്ടം. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇട നൽകാതിരിക്കുക.
പ്രണയ വിരഹം കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരത്തിന് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ വെണ്ണ, ഹാരം, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.